ചില കുട്ടികൾ നല്ലത് ആഗ്രഹിച്ചാലും നല്ലതിന് കൂട്ടുനിൽക്കാത്ത ചില രക്ഷിതാക്കൾ ആ സ്ഥാനത്ത് കുരുത്തക്കെടനോ വേണ്ടാത്തതിനൊക്കെ ആണെങ്കിൽ എന്തും കൊടുക്കും, എന്തും ചെയ്യും. കുട്ടികളൊരു നല്ല കാര്യം പറഞ്ഞാൽ കൂടെ നിൽക്കാൻ മടിക്കുന്ന സ്വഭാവമാണ് നമുക്ക്. അഥവാ സ്കൂളിലെ ഫീസ് കൂടിയാൽ കുഴപ്പമില്ല, മദ്രസയിൽ ഒരു 500 റുപ്യ ഉള്ളത് 600 നമ്മൾ ചോദ്യം ചെയ്യും. അപ്പോൾ ആ രൂപത്തിലാകരുത്. നിങ്ങളെ ചെറിയ മക്കളൊക്കെ ഇൽമു പഠിപ്പിക്കണമെന്ന നല്ലൊരാഗ്രഹം നിങ്ങൾ ആലോചിച്ച് നോക്കി. രാവും പകലും ഇങ്ങനെയുള്ള നല്ല വെള്ള വസ്ത്രമിട്ട് ചുറ്റും നിൽക്കുന്ന മക്കളുടെ സൗന്ദര്യവും സ്നേഹവും ചെറുതാണോ? നിങ്ങൾ സമയം കുറച്ച് വൈകിയെങ്കിലും കേൾക്കണത്. രാവിലെയും വൈകുന്നേരവും ബാപ്പൻ്റെ ഉമ്മൻ്റെ മുന്നിലേക്ക് വെള്ള വസ്ത്രവും ധരിച്ച് തലയെക്കെട്ടും കെട്ടി താടിയും വെച്ചിട്ട് ഉമ്മ ഉപ്പ എന്ന് സ്നേഹത്തോടൊക്കെ ഒന്ന് വിളിക്കുന്ന ഒരു മുത്തഅല്ലിമിൻ്റെ സൗന്ദര്യം അത് ചെറുതാണോ? ഉമ്മനെ വേദനിപ്പിക്കാതെ ഉപ്പയെ വേദനിപ്പിക്കാതെ വീട്ടിലെ വിഷയത്തിൽ ഒരു കുറവും കാണിക്കാത്ത രൂപത്തിൽ ഉമ്മയെയും ബാപ്പയെയും ജീവിതത്തിലും ഇനി രോഗശയ്യയിലും മാറോട് ചേർത്തിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ആയത്തുൽ കുർസിയോ ഒരു ഫാത്തിഹയോ നെഞ്ഞത്തും മുഖത്തും ഊതിത്തരാൻ ഒരു ഇൽമുള്ള മോൻക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? ഇനി മയ്യത്ത് കട്ടിലിലേക്ക് നീങ്ങാണോ? പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ മയ്യത്തിൻ്റെ അരികിൽ ആത്മാർത്ഥമായി ആത്മീയതയുടെ കണ്ണുനീരോടുകൂടെ അക്ഷരത്തെറ്റില്ലാതൊരു ഫാത്തിഹ ഓതാൻ ഇൽമു പഠിപ്പിച്ചൊരു മകനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് സാധിപ്പിക്കും? ഭൗതികം പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി ഡോക്ടറാക്കി മതം ബോധമില്ലാതെ പഠിപ്പിച്ചൊരു കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ വല്ലാതെ വേദനിക്കുന്ന 1-2 സംഭവങ്ങളാണ് ഈ അടുത്തടുത്ത് വീഡിയോയിൽ കണ്ടത്. 16, 17, 18 വയസ്സായ കുട്ടികൾ തെരുവിൽ തല്ലിയിട്ട് കൊല്ലുന്ന ഭീകരമായ സംഭവങ്ങൾ. ഇത് ഏതോ 2 സംഭവങ്ങൾ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്ടതാണെങ്കിൽ എന്നോട് കൂട്ടത്തിലൊരു മുത്തഅല്ലിമ് ഈ വിഷയം സങ്കടത്തോടുകൂടെ പറഞ്ഞപ്പോൾ, മോനെ നിങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഭാഗ്യട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള കൗമിൻ്റെ ഇടയിൽ നിന്ന് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ, ഉസ്താദേ ഇത് വീഡിയോ വന്നതുകൊണ്ടല്ലേ കണ്ടത്, ഇതാണ് ഇന്ന് ക്യാമ്പസിലും അതേപോലെ പുറത്തുമൊക്കെ സംഭവിക്കുന്നത്. രക്ഷിതാക്കൾ പലപ്പോഴും മക്കൾ ആ 16 വയസ്സായ വയനാട് കൽപ്പറ്റയിൽ നടന്ന ക്രൂരമായ കൃത്യം, ആ കുട്ടിക്ക് അത്രയേറെ തൊഴി കിട്ടിയിട്ടും ആ കുട്ടി വീട്ടിൽ മുണ്ടിയിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് വീഡിയോ കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ കുട്ടിയെ തെരഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടുകാരറിഞ്ഞ് ഇങ്ങനെയൊക്കെ കിട്ടിയില്ല നമ്മളെ മോൻക്ക്. ഇങ്ങനത്തെ സാധുക്കളായ രക്ഷിതാക്കളും ഇന്നുണ്ട്. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും പോറലേൽക്കാതെ മക്കളെ കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആലിമീങ്ങളോട് ചേർന്ന് നിന്ന് നമ്മൾ ജീവന്റെ ജീവനായി കരളിൻ്റെ കരളായി ചെങ്കിലെ ചോരയായി നാം പ്രതീക്ഷിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട മക്കൾ നശിക്കാതെ തളരാതെ തകരാതെ, ഈ ദർസിൽ പഠിക്കുന്ന മക്കളെ പോലും സ്കൂളിൽ നിന്ന് മയക്കുമരുന്നുകൾ വേട്ടയാടുന്ന വേദനാജനകമായ അനുഭവങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പലപ്പോഴും നെഞ്ചിടിപ്പോടെ ചിന്തിച്ചു, പടച്ചോനെ ഈ മുത്തഅല്ലിമീങ്ങളെ പോലും ഈ മയക്കുമരുന്നും കഞ്ചാവും തമ്മാടിത്തരങ്ങളും സ്കൂളിൽ നിന്ന് കയ്യിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായ ഒരു കുട്ടിയുടെ ജീവിതവും ജീവനും ഭാവിയും എന്തായിരിക്കും? അങ്ങനെ നമ്മളെ നാടിങ്ങനെ കുട്ടിച്ചോറായി നശിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് മദീനകളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് കൈകോർക്കാം. നമ്മളെ മക്കളുടെ, നമ്മുടെ തലമുറയുടെ, നമ്മുടെ ഭാവി വിജയത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളെ പാരമ്പര്യത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ്